പോലീസ് സംവിധാനങ്ങളെ കൃത്യമായി കൊണ്ടു നടക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല എന്ന കടുത്ത അതൃപ്തി മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചത്, പോലീസുകാർ കൃത്യമായി ഇടപെട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനമായും തലസ്ഥാനത്തെ സംഘർഷത്തിൽ മ്യൂസിയം SHO R പ്രശാന്തിനെതിരെയാണ് നടപടിക്കുള്ള സാധ്യത. സംഘർഷ സാധ്യത SHO റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അക്രമ സമയത്ത് SHO കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള കണ്ടെത്തലുമുണ്ട്. CPM അനുകൂല സംഘടനയായ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് SHO പ്രശാന്ത്. സിജോ വിജോൺ വാർത്തകൾക്കായി തുടരുന്നുണ്ട്. സിജോ, അതിലേറ്റവും പ്രധാനം ഈ പോലീസുകാർക്കെതിരെ വരുന്ന നടപടി തന്നെയാണ്. കാരണം ഇത്രയധികം സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സമയത്ത് പോലും അതിനെതിരെ വേണ്ടത്ര മുൻകരുതൽ എടുക്കാനോ അത് മേലേക്ക് റിപ്പോർട്ട് ചെയ്യാനോ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളത് അതൊരു മുഴുവൻ സംവിധാനത്തിന്റെയും വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും SHO പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. അതിനപ്പുറത്ത് പോലീസ് സേനയിൽ ഇപ്പോഴും UDF സർക്കാരിന് പിടികിട്ടാതെ നിൽക്കുന്ന, അതായത് CPM അനുകൂല സംഘടനകളിലൊക്കെ പെട്ട പോലീസുകാരുടെ ഒരു നിയന്ത്രണം കൂടിയുണ്ട്. അതുകൂടി ഈ ആഭ്യന്തര വകുപ്പിന് മറികടക്കേണ്ടതുണ്ട് എന്നുകൂടിയാണോ നിലവിലെ ഈ അന്വേഷണവും കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്? അതെന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും. കാരണം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം മാറ്റേണ്ട ആളുകളെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. അതിലാണ് പ്രശാന്തും അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിജു ഒക്കെ വന്നിട്ടുള്ള ആദ്യ ഉത്തരവ് തന്നെ അതായിരുന്നു പോലീസിൽ നിന്നുള്ളത്. എന്തായാലും സമഗ്രമായ അഴിച്ചുപണിയിലേക്ക് പോവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് DGP രവാഡ ചന്ദ്രശേഖരയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് മേധാവി P. വിജയനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ റിപ്പോർട്ട് നൽകും. അതിന്റെ പിന്നാലെ തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വൈകാതെ തന്നെ കടക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മ്യൂസിയം SHO ആയിട്ടുള്ള പ്രശാന്തിനാണ് വരിക. പ്രശാന്താണ് ഇവിടുത്തെ ഇതിന്റെ ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടിരുന്നത്. ഇനി ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിന്യസിക്കാനുള്ള റിക്വസ്റ്റൊക്കെ നൽകേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നിൽ കാണുകയോ അത്ര നടപടികളിലേക്ക് പോലീസ് കടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശം DGPയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ SHOയ്ക്ക് പുറമെ അതിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ണൂരിൽ ആ വിഷയമുണ്ടായപ്പോൾ അവിടെ SP വളരെ ക്രിയാത്മകമായി ഇടപെടുകയും അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും CPMന്റെ തന്നെ മുതിർന്ന നേതാക്കളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയും അവിടുന്ന് ആളുകളെ പിരിച്ചുവിടുകയും ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തുള്ള സാഹചര്യം വ്യത്യസ്തമാണ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നു, നേതാക്കൾ എത്തിത്തുടങ്ങുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി വരെ വന്ന് വഴിയിൽ കുത്തിയിരുന്ന് സമരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഈ പറയുന്ന രീതിയിൽ ഇവരുമായി സംസാരിക്കുകയോ ഇവരെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ED ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള സുരക്ഷ ഒരുക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ നേതാക്കളുടെ സാന്നിധ്യത്തിൽ അത്തരത്തിലൊരു ആക്രമണം എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടപടി ഉണ്ടാകും എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ അതിക്രമത്തിൽ അതിനുള്ള വീഴ്ചയിലൊക്കെ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകും. അപ്പോൾ പല സ്ഥാനമാനങ്ങളും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസിലെ രാഷ്ട്രീയം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളുള്ള ഒരു കൂട്ടം കൂടിയാണ് പോലീസ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് ക്രമസമാധാന പാലനമാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു SHOയ്ക്ക് വീഴ്ച പറ്റി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഇത്രയും വലിയൊരു ആൾക്കൂട്ടം തലസ്ഥാന നഗരത്തെത്തുമ്പോൾ അത് SHOയ്ക്ക് മാത്രമായി ഹാൻഡിൽ ചെയ്യേണ്ടതാണോ, അത് മറ്റു പോലീസുകാരൊന്നും അതിൽ ഇടപെട്ടില്ലേ, മുകളിലുള്ള ആളുകൾ ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് കണ്ടെത്തേണ്ടത് പോലീസിനകത്ത് തന്നെയാണ്. എന്തായാലും അത് വെറുതെ ഒരു കണ്ടെത്തലും ആയിരിക്കില്ല. പലർക്കും സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടമാകുന്ന ഒരു അവസ്ഥ കൂടി അതിലേക്ക് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.